ബിസ്മില്ലാഹി വൽഹംദുലില്ലാ നഹ്മദുല്ലാഹ വനുസല്ലി വനുസല്ലിമു അലാ റസൂലില്ലാഹി സയ്യിദിനാ വഹബീബിനാ വ ഇമാമിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദര സഹോദരികളെ, നമ്മളിന്ന് ഇസ്രാഇൻ്റെ മെഹറാജിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയും പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളിൽ ചിലർ ഒരു മാസത്തെ ഒരു ഹ്രസ്വകാല കോഴ്സിന് വേണ്ടി ഇറാനിലേക്ക് പോവുകയാണ് മറ്റന്നാൾ. അപ്പോൾ അവർക്കുള്ള യാത്രയായപ്പം ആണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ മൂസക്കോയ സാഹിബിൻ്റെ ഖവാലിയും ഉണ്ടായിരിക്കും. ഇന്ന് ഖുതുബയിൽ നമ്മൾ ഇസ്രാ മെഹറാജിനെ സംബന്ധിച്ച് സംഗ്രഹിച്ച് പറയുകയുണ്ടായി. സംഗ്രഹിച്ച് പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല ഇസ്രാ മെഹറാജ് വിഷയം. അത് അടിസ്ഥാന വിശ്വാസം പോലെ സമൂഹത്തിൽ വേരോടിയിട്ടുള്ള കഥകളുടെ ഒരു സമാഹാരമാണ്. ഇസ്രാഇനെ സംബന്ധിച്ച് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് അത് ഖുർആനിലുള്ളതാണ് എന്നാണ്. ഇസ്രാ ഖുർആനിലുണ്ട് എന്ന നിലക്ക് ആ കഥകൾ വിശ്വസിക്കുന്നു. പിന്നെ മെഹറാജിനെ സംബന്ധിച്ച് അത് ഹദീസിലുള്ളതാണ് എന്ന മട്ടിൽ അതും വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ നിലവിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഇസ്രാഉം മെഹറാജും സമ്പൂർണമായ കെട്ടുകഥകളാണെന്നും അത് ഒരു തരത്തിലും ഖുർആനുമായോ പ്രവാചകനുമായോ ബന്ധപ്പെട്ടതല്ല എന്നും മനസ്സിലാകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും എന്തിനായിരുന്നുവെന്നും നമുക്ക് ബോധ്യപ്പെടുക. ഇസ്രാ മെഹറാജ് സംഭവം പറയുന്നതിന് മുൻപ് ആ സംഭവം നടന്നു എന്നിവർ പറയുന്ന സമയത്തെ സംബന്ധിച്ച് നാം അറിയേണ്ടതായിട്ടുണ്ട്. അത് പ്രവാചകൻ മക്കയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട സന്ദർഭം. തൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവായിട്ടുള്ള അബൂ താലിബിൻ്റെ മരണം കഴിഞ്ഞ് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട ഖദീജയുടെ മരണവും കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. ഈ 2 മരണങ്ങളും സംഭവിക്കുന്നത് ഏതാണ്ട് ഒരേ സമയത്താണ്. ഇങ്ങനെ പൂർണ്ണമായും പ്രവാചകന് അഭയമില്ലാത്ത ഒരവസ്ഥ മക്കയിലുണ്ടായി. അതോടൊപ്പം മദീന പലായനം ആരംഭിച്ചിരിക്കുന്നു. ഒറ്റയും തെറ്റയുമായി ആളുകൾ മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. പ്രവാചകന് എല്ലാ വഴികളും അടഞ്ഞു വരുന്നത് പോലെ തോന്നിയ ഒരു കാലം. ആ സന്ദർഭത്തിലാണ് നബി തായിഫിലേക്ക് പോകുന്നത്. തായിഫിലേക്ക് പോകുമ്പോൾ തായിഫിൽ ഉമ്മാൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ള നാടാണ്. ഈ തായിഫിലാണ് പ്രവാചകൻ തൻ്റെ ചെറിയ പ്രായം, അതായത് ഓർമ്മ വെക്കുന്നതിന് മുമ്പുള്ള പ്രായം, 1 മുതൽ പ്രസവിച്ചത് മുതൽ ജനിച്ചത് മുതൽ 4 വയസ്സ് വരെ തായിഫിലാണ് നബി വളർന്നത്. ഹലീമ സഅദിയ എന്ന് പറയുന്ന ഒരു വനിതയായിരുന്നു പ്രവാചകനെ വളർത്തിയത്. അപ്പോൾ തായിഫുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതോടൊപ്പം ബനു സഖീഫ ഗോത്രക്കാർ എന്ന് പറയുന്നതും ആമിന ബീവിയുടെ കുടുംബക്കാരാണ്. അവരും തായിഫിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് തായിഫിലേക്ക് പ്രവാചകൻ പോകുന്നത്. ഖദീജ ബീവിയും അബൂ താലിബും മരിച്ച ആ സന്ദർഭത്തിൽ കൂടെ സെയ്ദുമുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒട്ടും ശുഭകരമായിരുന്നില്ല അവിടുത്തെ അവസ്ഥ. ഇവരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അബൂ സുഫിയാൻ്റെ ആളുകൾ അവിടെ എത്തുകയും ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, അവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് വിട്ടേക്കണം എന്ന നിലക്ക് അവിടെ ആളുകൾ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഇതൊന്നും നബി അറിയുന്നില്ല. അങ്ങനെയാണ് നബി അവിടേക്ക് പോകുന്നത്. സംഗതി
നമുക്കറിയാവുന്നതുപോലെ തായിഫിൽ നിന്ന് പ്രവാചകൻ വളരെ പ്രയാസപൂർവ്വം തിരിച്ചു വരേണ്ടി വന്നത്. തിരിച്ചു വന്ന് മക്കയിൽ പ്രവാചകന് കയറാൻ കഴിയാത്ത ചുറ്റുപാടുണ്ടായി. മക്കയുടെ ബോർഡറൊക്കെ അബൂ സുഫിയാൻ്റെയും അബൂജഹലിൻ്റെയും ഒക്കെ ആൾക്കാർ കാവൽ നിൽക്കുകയാണ്. ഇവർ തിരിച്ചു വരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. നബിക്ക് മദീനയിൽ സ്വന്തം നാട്ടിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മൾ ഈ NRC പോലുള്ള നിയമങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളെ തിരിച്ചയക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സമരമുണ്ടല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണതയിൽ അനുഭവിച്ച ആളുടെ പേര് മുഹമ്മദ് എന്നാണ്. അത് ചെയ്തത് മോഡിയൊന്നും ആയിരുന്നില്ല. അത് ചെയ്ത ആളുടെ പേര് അബൂ സുഫിയാൻ എന്നാണ്. നമ്മൾ റളിയല്ലാഹു അൻഹു പറയുന്ന ആളാണ്. സ്വന്തം നാട്ടിലേക്ക് കടത്തിയില്ല, ബോർഡറിൽ തടഞ്ഞു. അവിടെ കഴിയേണ്ടി വന്നു 2 ദിവസം. അവസാനം ഒരു മഹാമനസ്കൻ വന്ന് പ്രവാചകനെ അഭയം നൽകി. റസൂലിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അഭയം നൽകിയിട്ട് തിരിച്ചുകൊണ്ടുപോയി മക്കയിലേക്ക്. അദ്ദേഹത്തിൻ്റെ അഭയാർത്ഥിയായിട്ടാണ് പിന്നീട് മക്കയിൽ പ്രവാചകൻ കഴിയുന്നത്. സ്വന്തം നാട്ടിൽ മറ്റൊരാളുടെ അഭയാർത്ഥിയായിട്ട് കഴിയേണ്ടി വന്ന ചരിത്രം മുഹമ്മദ് നബിക്കുണ്ട്. ഈ അബൂ സുഫിയാനൊക്കെ കണ്ടിട്ടും പഠിച്ചിട്ടുമാണ് മോഡിയും അമിത്ഷായൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെയൊക്കെ പൂർവികരെ തിരയേണ്ടത് അവിടെയാണ് എന്നർത്ഥം. അങ്ങനെ മുഹമ്മദ് നബി മക്കയിൽ വന്ന് അഭയാർത്ഥിയായി താമസിക്കുന്ന വളരെ പരിമിതമായ സ്വാതന്ത്ര്യമാണ് അഭയാർത്ഥിക്കുണ്ടാവുക. ഒരു സ്വതന്ത്ര പൗരനുള്ള അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അഭയാർത്ഥിയായിട്ട് കഴിയുന്ന സന്ദർഭത്തിലാണ് ഈ കഥ ഇവർ മെനയുന്നത്. അവിടെ ഈ കഥയ്ക്ക് പിന്നിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, പ്രവാചകൻ കൊള്ളാത്തയാളാണ് എന്ന് വരണം. പ്രവാചകന് പ്രായോഗിക ബുദ്ധിയില്ല, പ്രവാചകന് തീരുമാനശേഷിയില്ല, പ്രവാചകന് ഒരു സോഷ്യൽ സെൻസ് എന്ന് പറയുന്ന കാഴ്ചപ്പാടുകളൊന്നുമില്ല. അങ്ങനെ സാമൂഹ്യ ദർശനം അല്ലെങ്കിൽ സാമൂഹ്യ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. ഇത് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ് ഇസ്രാ മിഅ്റാജ് കഥകൾ. അപ്പോൾ ഇസ്രാ മിഅ്റാജ് എന്നീ 2 വാക്കുകളെ രണ്ടായിട്ട് തന്നെ കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. ഇസ്രാ എന്ന് പറയുന്നത് ഒരു സംഭവമാണ്, മിഅ്റാജ് എന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്. ഇസ്രാ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്രാ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഖുർആനിലുള്ളത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ, ഒരു രാത്രിയിൽ തൻ്റെ അടിമയെ കൊണ്ടുപോയവൻ പരിശുദ്ധൻ. മിനൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, അങ്ങേയറ്റത്തുള്ള പള്ളിയിലേക്ക്. ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ വചനങ്ങൾ അദ്ദേഹത്തെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവ സമീഉൽ ബസീർ, അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. എന്താണ് പറഞ്ഞത്? രാത്രി പ്രവാചകൻ എഴുന്നേറ്റ് പോയി. ഇതൊരു ചരിത്ര സംഭവമാണ്. രാത്രി പ്രവാചകൻ എഴുന്നേറ്റ് പോയി എന്ന ചരിത്ര സംഭവം, ഒരു സംഗതി ചരിത്രമാകുന്നത് എപ്പോഴാണ്? ഞാൻ ഖുത്ബയ്ക്ക് ശേഷമുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഒരു സംഭവം ചരിത്രമാകുന്നത് നിങ്ങൾ സ്വകാര്യമായി ഒരു സംഗതി ചെയ്യുമ്പോൾ അത് ചരിത്രമല്ല. നിങ്ങൾ ആരും കാണാതെ ആരും കേൾക്കാതെ നിങ്ങളൊരു സംഭവം ചെയ്യുന്നു എന്നത് ചരിത്രമല്ല, അത് നിങ്ങളുടെ വ്യക്തി അനുഭവമാണ്. ഒരു സംഗതി ചരിത്രമാകുന്നത് നിങ്ങൾ സമൂഹ മധ്യേ എല്ലാവർക്കും അനുഭവിക്കാനും കാണാനും കേൾക്കാനും കഴിയുന്ന രീതിയിൽ ഒരു സംഗതി ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സംഗതിയിൽ നിങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ ആണ് നിങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ആളായിത്തീരുന്നത്. അപ്പം മുഹമ്മദ് നബി രാത്രി പോയി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമായിട്ടാണ് ഖുർആൻ പറയുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ, ഒരു രാത്രിയിൽ തൻ്റെ ദാസനെ കൊണ്ടുപോയവൻ, നടത്തിച്ചു കൊണ്ടുപോയവൻ, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പറത്തി കൊണ്ടുപോയവൻ എന്നല്ല. അസ്റ എന്ന വാക്കിൻ്റെ അർത്ഥം നടത്തിക്കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ നടത്തിക്കൊണ്ടുപോയവൻ. മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് നടന്നു പോയ സംഭവം ഏതാണ്? ഇത് പഠിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ വിഷയം. മുഹമ്മദ് നബി രാത്രി മക്കയിൽ നിന്ന് നടന്നു പോയത് എവിടേക്കാണ്, എപ്പോഴാണ്? പറന്നുപോയി
ആകാശത്തിലൂടെ പോയി എന്ന ഒരു സംഗതിയും ഖുർആനിൽ ഇല്ലെന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായി അസ്റ എന്ന പദമാണ് ഉപയോഗിച്ചത്. മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് നടന്നു പോയിട്ടുണ്ട്, അത് മദീനയിലേക്കാണ്. ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ചരിത്ര സംഭവം, ഹിജ്റയാണത്. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനെ സംബന്ധിച്ചുള്ള ആയത്താണ് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു. അപ്പം ഒരു ചോദ്യം ഉന്നയിക്കാം, അങ്ങനെയാണെങ്കിൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് എന്താണ്? മസ്ജിദുൽ അഖ്സ എന്ന് ബൈത്തുൽ മഖ്ദിസിന് പേരുണ്ടോ ഇല്ലേ? ഇതാണ് അടുത്ത ചർച്ച. ബൈത്തുൽ മഖ്ദിസിന് അപ്പോ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ബൈത്തുൽ മഖ്ദിസിന്റെ പേരല്ല. ബൈത്തുൽ മഖ്ദിസിന് മസ്ജിദുൽ അഖ്സ എന്ന് പേരുമില്ല. ബൈത്തുൽ മഖ്ദിസിന്റെ പേര് നമ്മൾ മലയാളികൾ പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്നല്ല കേട്ടോ. ബൈത്തുൽ മുഖദ്ദസ് എന്നത് തെറ്റായ പ്രയോഗമാണ്, ബൈത്തുൽ മഖ്ദിസ് ആണ്. ഖുദ്സ് എന്നും ബൈത്തുൽ മഖ്ദിസ് എന്നുമാണ് അതിന് പേര്. മസ്ജിദുൽ അഖ്സ എന്നതിന് പേരില്ല. മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ള ദേവാലയം എന്നാണ് അർത്ഥം. ഒരു കാര്യത്തിന്റെ അങ്ങേ അറ്റത്തെന്ന് പറയുന്നത് അതിനകത്തോ പുറത്തോ? ഒരു കാര്യത്തിന്റെ അങ്ങേ അറ്റം എന്ന് പറയുന്നത് ആ കാര്യത്തിന്റെ അകത്താണോ പുറത്താണോ? അകത്തായിരിക്കണ്ടേ? അങ്ങഴയിലെ അപ്പോഴല്ലേ അങ്ങേയറ്റത്താവുള്ളൂ, അല്ലെങ്കിൽ അതിന് പുറത്തുനിന്നല്ലേ പറയുള്ളൂ. അറേബ്യയുടെ അങ്ങേ അറ്റത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അറേബ്യയുടെ പുറത്തുള്ള ഫലസ്തീൻ പെടുക? ഫലസ്തീൻ അറേബ്യയുടെ പുറത്താണ്. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന അറേബ്യൻ പ്രദേശത്തിന്റെ പുറത്തുള്ള സ്ഥലമാണ് ഫലസ്തീൻ, ജെറുസലേം. അവിടെ സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാണ്. അപ്പോഴതെങ്ങനെയാണ് അറേബ്യയുടെ അങ്ങേയറ്റത്താവുക? അറേബ്യയുടെ അങ്ങേയറ്റത്ത് എന്ന് അന്ന് പറയുന്നത് യസ്രിബിനെ കുറിച്ചാണ്. മക്ക ഇങ്ങേയറ്റമാണെങ്കിൽ യസ്രിബ് അങ്ങേയറ്റം. അതാണ് മസ്ജിദുൽ അഖ്സ. ഖുർആനിൽ അഖ്സ എന്ന പ്രയോഗം 3 സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ഖസസിൽ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി, മറ്റൊന്ന് യാസീനിൽ ജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ. ഇങ്ങനെ 2 കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ 3ാമത് വന്നതാണ് ഈ സ്ഥലത്ത്. അവിടെയൊക്കെ അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്നാണ്. പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് എന്ന് വന്നു. പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് പട്ടണത്തിൽപ്പെട്ട സ്ഥലമാണത്. അപ്പൊ അറേബ്യയുടെ അങ്ങേയറ്റത്തെ പള്ളിയിലേക്ക്, അങ്ങേയറ്റത്തെ ദേവാലയത്തിലേക്ക്, അവിടെ മുഹമ്മദ് നബി പോകുമെന്നും അവിടെ ഒരു ദേവാലയം ഉണ്ടാകുമെന്നുമുള്ള ഖുർആനിന്റെ പ്രഡിക്ഷനാണത്. അവിടേക്കാണ് പോകുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇവിടെ നിന്ന് അവിടേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുപോയവൻ പരിശുദ്ധൻ. ഇതൊരു ചരിത്ര സംഭവമാണ്. എന്തിനാണ് കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ വചനങ്ങൾ അദ്ദേഹത്തെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി. ഇതുവരെ അദ്ദേഹം നമ്മുടെ വചനങ്ങൾ കേൾക്കുകയായിരുന്നു, ഇനി അനുഭവിക്കാൻ പോവുകയാണ്. ഇത് സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. ഇനിയാണ് ഈ വചനങ്ങൾ പ്രാവർത്തികമാകുന്നത്, പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നഹു ഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഈ ആയത്തിനെയാണ് ഇസ്രാ എന്ന് പറയുന്ന മക്കയിൽ നിന്ന് പ്രവാചകൻ ഫലസ്തീനിലേക്ക് പോയി ബുറാഖ് എന്ന മൃഗത്തെ കൊണ്ടുവന്നിട്ട് കഥ ഉണ്ടാക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അടുത്ത ചോദ്യം അതായിരിക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താണ് അവർക്ക് ലാഭം? ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് വല്ല ഗുണം ഉണ്ടാവണ്ടേ? അങ്ങനെ വല്ല ഗുണമുണ്ടോ? ഉണ്ടാവണമല്ലോ. പ്രവാചകൻ എന്തിനാ ഹിജ്റ പോയത്? മക്കയിൽ നിന്ന് മദീനയിലോട്ട് ഹിജ്റ പോകാൻ കാരണം എന്തായിരുന്നു? കാരണം തായിഫിൽ നിന്ന് പ്രവാചകൻ തിരിച്ച് മക്കയിലേക്ക് വന്നിട്ട് അഭയാർത്ഥിയായി ജീവിക്കുന്ന ഘട്ടത്തിൽ, അഭയാർത്ഥിയായി ജീവിക്കുന്നത് റസൂലിന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ആ ഘട്ടത്തിലാണ് അബൂ സുഫിയാൻ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്, മുഹമ്മദിനെ കൊല്ലണം. അബൂ സുഫിയാനെ നന്നായിട്ട് അറിയാം, മുഹമ്മദിനെ വെറുതെ വിട്ടാൽ ഇതിവിടെ ഒന്നും നിൽക്കൂല, ഇത് വളരും. അതുകൊണ്ട് മുഹമ്മദിനെ കൊല്ലുകയല്ല നിർവാഹമില്ല. ഇതുവരെ നമുക്ക് തടസ്സം അബൂ താലിബായിരുന്നു അലൈഹിസ്സലാത്തു വസ്സലാം, പിന്നെ ഖദീജ ബീവി. അബൂ താലിബും ഖദീജയും മരണപ്പെട്ടു. ഇനി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഖുറൈശികളിൽപ്പെട്ട ഒരാളെ നമ്മൾ കൊന്നു എങ്കിൽ പ്രശ്നം ഇവിടെ ഒന്നും നിൽക്കൂല, അവരുടെ ഗോത്രീയത ഉണരും. അപ്പോൾ അതിനുള്ളൊരു വഴി, എല്ലാ ഗോത്രക്കാരും ഒന്നിച്ച് കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വിധത്തിൽ പ്ലാൻ ചെയ്യണം. ഇന്നത്തെ ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവ് പോലും പ്ലാൻ ചെയ്യാത്ത വിധമാണ് പോരിശയാക്കപ്പെട്ട അബൂ സുഫിയാൻ എന്ന് പ്ലാൻ ചെയ്യുന്നത്.
അങ്ങനെയാണ് 12 പ്രമുഖ ഗോത്രങ്ങളിൽ നിന്ന് 12 യോദ്ധാക്കളായ യുവാക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഏറ്റവും നല്ല വാള് കൊടുത്ത് മുഹമ്മദ് നബിയുടെ വീട്ടിൻ്റെ പുറത്ത് നിർത്തുന്നത്. നബി വാതിൽ തുറന്നിറങ്ങി വരുമ്പോൾ കൊല്ലുക. ഇതായിരുന്നു പ്ലാൻ. ഇത് നബി അറിഞ്ഞ് തൻ്റെ വിരിപ്പിൽ അലിയിനെ കിടത്തി തെറ്റിദ്ധരിപ്പിച്ച് പ്രവാചകൻ അവിടെ നിന്ന് മദീനയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇസ്രാ നടത്തുകയാണ്. ആ ഇസ്രായിനെയാണ് പിൽക്കാലത്ത് ചരിത്രം ഹിജ്റയായി കണക്കാക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹിജ്റ എങ്ങനെ ഉണ്ടായി? അബൂ സുഫിയാന്റെ കുതന്ത്രം ആയിരുന്നു ഹിജ്റയ്ക്ക് പിന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ഹിജ്റ എന്ന ഒരു സംഭവത്തെ ഖുർആനിൽ നിലനിർത്തിയാൽ അത് ആർക്കെതിരായി വരും? അബൂ സുഫിയാനെതിരായി വരും, അബൂ സുഫിയാന്റെ പുത്രപരമ്പരക്കെതിരായി വരും, അമവികൾക്കെതിരായി വരും. കാരണം പ്രവാചകനെ മക്കയിൽ നിന്ന് ഓടിച്ചതിൻ്റെ കാരണക്കാരൻ ഇവരൊക്കെയാണ് എന്ന് ചരിത്രം പഠിക്കും. അപ്പോൾ ആ ചരിത്രത്തെ ഖുർആനിൽ നിന്ന് പൂർണ്ണമായും അടർത്തി മാറ്റി മറ്റൊന്നാക്കി തീർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് ഫലസ്തീൻ കഥ. അതോടുകൂടി നമ്മളൊക്കെ മറന്നുപോയില്ലേ? ഞാൻ വിചാരിക്കുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇസ്രാ എന്ന് പറഞ്ഞാൽ ഹിജ്റയാണ് എന്ന് കേൾക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. നിങ്ങൾ ഇസ്രാ എന്ന് പറഞ്ഞാൽ കേട്ടത് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയ കഥയാണ് കേട്ടത്. അങ്ങനെ കേൾപ്പിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം. അതാണ് നടന്നത്, അതാണ് വിജയിച്ചത്. അള്ളാഹു പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ. കാരണം അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു സംഗതി മറ്റൊന്നാക്കി തീർത്ത് അത് പറഞ്ഞു. ഖുർആനിന്റെ ആശയത്തിൽ നിന്ന്, ഖുർആനിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് മറ്റൊരു കഥ നമ്മളെ പഠിപ്പിച്ചു. അതാണ് ശരിയെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചു. അത് നമ്മൾ തലമുറകളായി കൈമാറ്റം ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനല്ലേ തമസ്കരിച്ചത്? ഖുർആനെയല്ലേ നമ്മൾ മാറ്റിവെച്ചത്? ഈ ചരിത്രം അറിയുമ്പോഴേ ഈ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നും എന്തിനാണെന്നും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതെല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല. ബദറിലേക്ക് പോയാൽ, ബദർ വേറൊരു വിഷയമാണ്, നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്, റമദാൻ വരട്ടെ. ബദറിലേക്ക് പോയാൽ മുഹമ്മദ് നബി കൊള്ള ചെയ്യാൻ വേണ്ടി വഴിയരികിൽ കച്ചവട സംഘത്തെ കാത്തു നിന്നിട്ടാണ് യുദ്ധം ഉണ്ടായതെന്ന് പഠിപ്പിച്ചില്ലേ? നമ്മളത് പഠിച്ചില്ലേ? നമ്മൾ വഴി പറഞ്ഞില്ലേ? മുഹമ്മദ് നബി മക്കയിൽ നിന്ന് ആളുകൾ കച്ചവടത്തിന് പോയാൽ എന്ത്, പോയിട്ടില്ലെങ്കിൽ എന്ത്, റസൂലുള്ളാഹിക്ക് എന്ത്? അങ്ങനെ കച്ചവടത്തിന് പോകുന്ന ആൾക്കാരുടെ സ്വത്ത് കൊള്ളയടിക്കാൻ വേണ്ടി മുഹമ്മദ് നബി നിന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ബദർ ഉണ്ടായതെന്ന് പഠിച്ചില്ലേ? നമ്മൾ പഠിപ്പിച്ചില്ലേ? അപ്പൊ മുഹമ്മദ് നബി ആരായി? കച്ചവടത്തിന് പോയ സംഘത്തിന്റെ തലവന്റെ പേര് അബൂ സുഫിയാൻ. അപ്പൊ അയാൾ ആരാണ്? അയാൾ വിക്റ്റിമാണ്. മുഹമ്മദ് നബി എന്ന കൊള്ളക്കാരന്റെ വിക്റ്റിമാണ് അബൂ സുഫിയാൻ. അപ്പൊ ബദറിന്റെ കാരണക്കാരൻ ആരാണ്? മുഹമ്മദ് നബിയാണ്. ഇത് പഠിച്ചില്ലേ? നമ്മൾ ഇത് പഠിപ്പിച്ചില്ലേ? യഥാർത്ഥത്തിൽ ബദറുണ്ടായത് എന്താ കാരണം? ബദറുണ്ടായത് മക്കയിൽ അബൂജഹലിനെ കൊല്ലണം. 2 നേതാക്കൾ, അബൂജഹലും അബൂ സുഫിയാനും. അപ്പൊ അബൂജഹലിനെ കൊല്ലണം. അബൂജഹലിനെ കൊന്നിട്ട് മക്കയുടെ നേതൃത്വം അബൂ സുഫിയാൻ ഉണ്ടാകണം. അങ്ങനെ അബൂജഹലിനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിട്ട് അബൂ സുഫിയാൻ മക്കയിലിരുന്നു. യുദ്ധത്തിന് വന്നയാള് ഇല്ല, അബൂജഹൽ കൊല്ലപ്പെട്ടു, പിന്നെ അയാൾ നേതാവായി. ഇങ്ങനെ അബൂജഹലിനെ കൊന്ന് തനിക്ക് നേതാവാകാൻ വേണ്ടി അബൂ സുഫിയാൻ എന്ന കുതന്ത്രശാലി ഉണ്ടാക്കിയ ഒരു പടയുടെ പേരാണ് ബദർ. നബി അത് വളരെ കണിശമായി അതിനെ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് അതൊരു യുദ്ധമായി കലാശിച്ചില്ല. അബൂ സുഫിയാന്റെ തന്ത്രങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണം. അതിനുശേഷം ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു ചാണക്യൻ, അത്രയും വലിയൊരു തന്ത്രശാലി, കുതന്ത്രശാലി ലോക രാഷ്ട്രീയത്തിൽ തന്നെ വേറെ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. അങ്ങനെയാണ് ബദർ ഉണ്ടായത്. എന്നിട്ട് നമ്മൾ ഇപ്പോഴും പറയും ബദർ എന്ന് പറഞ്ഞാൽ പാപ അബൂ സുഫിയാൻ കച്ചവടത്തിന് പോകുമ്പോൾ മുഹമ്മദ് നബി അവിടെ കാത്തിരുന്നിട്ട് അത് പേടിച്ചിട്ടുണ്ടാക്കിയതാണ് എന്ന് പറയും. എങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ മോശമാക്കാം, അങ്ങനെയൊക്കെ നമ്മളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ ചെയ്ത് നമ്മൾ മുഹമ്മദ് നബിയെ മോശമാക്കുന്നുണ്ട്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇസ്രാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ രാത്രി എഴുന്നേറ്റ് നടന്നുപോയി. എന്നിട്ട് പിന്നീട് നടന്നിട്ടാണ് പോയത് വീട്ടിൽ നിന്ന്, അതാണ് അസ്ര. എന്നിട്ട് പിന്നീട് കുതിരപ്പുറത്ത് പോയി. ആ യാത്രയെയാണ് ഇസ്രാ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. ഹിജ്റ എന്നും ഖുർആൻ അതേ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഇസ്രാ നേരെ ഫലസ്തീനിലേക്ക് മാറ്റി. അതെങ്ങനെ കഥ ഉണ്ടായി?
ഇസ്രായിന് പോകുന്ന കഥ തുടങ്ങുന്നത് വളരെ രസകരമായ സംഭവമാണ്. അത് മുഹമ്മദ് നബി മക്കയിൽ ആണല്ലോ. അപ്പൊ ഇവർ പറയുന്ന ആയിഷ ബീവി എന്നും അന്ന് മുഹമ്മദ് നബിയുടെ ഇവർ പറയുന്ന ചരിത്രം അനുസരിച്ച് മുഹമ്മദ് നബി ആയിഷ ബീവി വിവാഹം ചെയ്തിട്ടില്ല. ആയിഷ ബീവിയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നവർ തന്നെ പറയുന്നത് മദീനയിലെത്തിയതിനു ശേഷമാണ് അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതെന്നാണ്. പക്ഷേ ഇസ്രായിൻ്റെ ഹദീസുകളിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ ബീവിയാണ്. കാരണം മൂപ്പർ എൻ്റെ കൂടെ കിടക്കുമ്പോൾ ആണ് ഇസ്രാ സംഭവിച്ചത്, ഇസ്രാവും മെഹ്റാജും സംഭവിച്ചതെന്ന് ആയിഷ ബീവി പറയുന്നു. എന്നിട്ട് മൂപ്പർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആയിഷ ബീവി എങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യുക? ഇവർ പറയുന്നതിനനുസരിച്ച് ആയിഷ ബീവി റസൂലിൻ്റെ ഭാര്യയാണെന്ന് തന്നെ വെക്കുക. എങ്കിൽ എങ്ങനെ സംഭവിക്കും? കാരണം ആയിഷ ബീവിയും റസൂലും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത് മദീനയിൽ എത്തിയിട്ടല്ലേ. ഇത് മക്കയിൽ വെച്ചല്ലേ നടക്കുന്നത്. ഇവിടെ തന്നെ പൊളിഞ്ഞില്ലേ സംഭവം? ആയിഷ ബീവി എങ്ങനെ പ്രവാചകന്റെ ഹദീസ്, പ്രവാചകന്റെ ഈ സംഭവത്തെ ഞാൻ കണ്ടു എന്ന രീതിയിൽ വിശകലനം ചെയ്യും? എങ്ങനെ പറയും? പിന്നെ കേട്ട് പറഞ്ഞതാണെങ്കിൽ എൻ്റെ കൂടെ എന്ന് പറയാൻ പാടില്ലല്ലോ. പിന്നെ രണ്ടാമത്തത് ഉമ്മുഹാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഉമ്മുഹാനി എന്ന് പറഞ്ഞ ആരാണ്? റസൂലുള്ളാന്റെ മുറപ്പെണ്ണ് എന്ന് പറയാൻ സാധിക്കുന്ന പ്രവാചകന്റെ പിതൃവ്യ പുത്രി അബൂ താലിബിന്റെ പുത്രിയാണ് ഉമ്മുഹാനി. ഉമ്മുഹാനി വേറെ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ ഉമ്മുഹാനിയുടെ വീട്ടിലാണ് റസൂൽ എന്ന് ഇവർ എഴുതി വെച്ചു. ഉമ്മുഹാനിയുടെ വീട്ടിൽ പ്രവാചകൻ കിടന്നുറങ്ങുമ്പോഴാണ് മച്ച് പൊളിച്ചിട്ട് ജിബ്രീൽ വന്നത്. അങ്ങനെയാണ് ഫുരിജ സഖ്ഫു ബൈത്തി എന്നാണ്. എൻ്റെ വീട്ടിൻ്റെ മച്ച് പൊളിച്ചിട്ട് നസല ജിബ്രീൽ ഇറങ്ങി വന്നു. മച്ച് പൊളിച്ചിട്ട് ജിബ്രീൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ബുഖാരിയുള്ള ഹദീസാണ് കേട്ടോ. ഞാൻ ഏതെങ്കിലും ചെറുകിട കിതാബുകളല്ല പറയുന്നത്. ബുഖാരി പറയുന്നതാണ് ഫുരിജ സഖ്ഫു ബൈത്തി, എൻ്റെ വീട്ടിൻ്റെ മച്ച് പൊളിച്ചു, എന്നിട്ട് നസല ജിബ്രീൽ, എന്നിട്ട് ജിബ്രീൽ ഇറങ്ങി വന്നു. മച്ച് പൊളിച്ച് ജിബ്രീൽ ഇറങ്ങണം. ജിബ്രീൽ ഇറങ്ങുന്നതിന് എന്തിനാ മച്ച് പൊളിക്കുന്നത്? കാരണം മാലാഖമാർക്ക് എങ്ങനെയും പ്രവേശിക്കാം എന്നാണല്ലോ പറയുന്നത്. മച്ച് പൊളിച്ചിട്ടിറങ്ങി. ഇനി മച്ച് പൊളിച്ചാൽ വീട്ടുകാരറിയൂലേ? വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും പിറ്റേന്ന് നേരം വെളുത്ത് മേലിട്ട് നോക്കുമ്പോൾ ഓട്ട കാണൂലേ? ഇതെന്താണെന്ന് അന്വേഷിക്കൂലേ? അപ്പോൾ ഇമാതിരി കാര്യങ്ങളാണ് എഴുതി വെച്ചത്. എന്നിട്ട് ജിബ്രീൽ ഇറങ്ങിയിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് ഫശഖ സദരി, എൻ്റെ നെഞ്ച് കീറി. എന്നിട്ട് നെഞ്ച് കീറിയിട്ട് ഒരു പൊൻപാത്രം കൊണ്ടുവന്നു. പൊൻപാത്രത്തിൽ എന്താ ഉണ്ടായിരുന്നത്? അതിലുണ്ടായിരുന്നത് ഹിക്മത്തും ഈമാനും, ജ്ഞാനവും വിശ്വാസവും പൊൻപാത്രത്തിൽ നിറച്ചു വച്ചിരിക്കുന്നു. എന്നിട്ട് എൻ്റെ ഹൃദയം, എൻ്റെ നെഞ്ചും വയറും ഒക്കെ സംസം വെള്ളം കൊണ്ട് കഴുകി. എന്നിട്ട് ഈ ഹിക്മത്തും ഈമാനും അവിടെ നിറച്ചു വെച്ചു. എപ്പോ? റസൂലുള്ളാഹിക്ക് 52 വയസ്സുള്ളപ്പോഴാണ് ഈ പറയുന്നത്. അതുവരെ ഹിക്മത്തുമില്ല, ഈമാനും ഇല്ല. റസൂലിനെ കുറിച്ച് ആലോചിച്ച് നോക്കണം. അതുവരെ റസൂലുള്ളാഹിക്ക് ഹിക്മത്തും ഇല്ല, ഈമാനും ഇല്ല. ഇതൊന്നും ഇല്ലാതെയാണ് ഇത്രയും കാലം ജീവിച്ചത് നബിയായിട്ടേ. എന്നിട്ട് ഹിക്മത്തും ഈമാനും നിറച്ചു വെച്ചു. അപ്പൊ അതുവരെ മുഹമ്മദ് നബി ആരാ? ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഓരോ വാക്കിൻ്റെയും പിറകിലുള്ള അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അപ്പൊ ഈ 53 വയസ്സ് വരെ മുഹമ്മദ് നബിക്ക് ഹിക്മത്തും ഇല്ല, ഈമാനും ഇല്ല. എന്നിട്ട് അപ്പം നിറച്ചു വെച്ചു. എന്നിട്ട് എന്താണ്? ഫഅഖദ ബിയദി, ജിബ്രീൽ എൻ്റെ കൈ പിടിച്ചു. ഫഅറജ ബി ഇല സമാഇ ദുനിയ, എന്നിട്ട് 1-ാം ആകാശത്തിലേക്ക് കയറിപ്പോയി. ആ പറഞ്ഞ റിപ്പോർട്ടിൽ ഫലസ്തീൻ ഇല്ല. ആ പറഞ്ഞ റിപ്പോർട്ടിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയ സംഭവമില്ല. അവിടെ നേരെ 1-ാം ആകാശത്തിലേക്കാണ് പോകുന്നത്. 1-ാം ആകാശത്തിലേക്ക് പോയതിന് ശേഷം സംഭവിക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പറയാം. അതിങ്ങനെ 1-ാം ആകാശത്ത് പോയപ്പോൾ ഒരു സംഭാഷണം, 2-ാം ആകാശത്ത് പോയപ്പോൾ ഒരു സംഭാഷണം, ഇങ്ങനെ സംഭാഷണങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഈ റിപ്പോർട്ട് ഉമ്മുഹാനിയുടെ വീട്ടിൽ പ്രവാചകൻ താമസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ദുരർത്ഥം, സൂചന ഉണ്ടല്ലോ. ഇപ്പൊ യുക്തിവാദികളൊക്കെ പറയുന്നത് മുഹമ്മദ് നബി കാമുകിയുടെ വീട്ടിലായിരുന്നു എന്നാണ്, ഖദീജ മരിച്ചതിന് ശേഷം. അതെന്താ കാര്യം? റസൂലുള്ള ഉമ്മുഹാനിയുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല ഒരു ദിവസം പോലും. റസൂലുള്ളാഹിക്ക് നല്ല വീടുണ്ട് അവിടെ. ഖദീജ ബീവിയുടെ വീട്, പ്രവാചകന്റെ മകൾ ഫാത്തിമ താമസിക്കുന്ന വീട്. മുഹമ്മദ് നബി അങ്ങനെ വഴിയോരത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കയറി കിടക്കേണ്ടുന്ന ആളല്ല. അങ്ങനെയുള്ളൊരവസ്ഥയല്ല. റസൂലുള്ളാഹിക്ക് നല്ല വീടുണ്ട് അവിടെ. ആ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിട്ടാണ് ഉമ്മുഹാനിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് തെറ്റായ ഒരു സൂചന നൽകുന്ന വാക്ക് എഴുതി വെച്ചത്. എന്നിട്ട് മച്ച് പൊളിച്ച് താഴെ ഇറങ്ങി വന്നു എന്ന് പറയുന്നിടത്തും ഒരു പ്രശ്നമുണ്ട്.
ഇതൊക്കെ ഇതിന്റെ പിന്നിൽ ഉള്ള അശ്ലീലങ്ങൾ നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം കേൾക്കാൻ. മച്ച് പൊളിച്ച് ജിബ്രീൽ ഇറങ്ങി വന്നു, എന്നിട്ട് കൊണ്ടുപോയി, കൈ പിടിച്ച് കൊണ്ടുപോയി ആകാശത്തേക്ക് കൊണ്ടുപോയി. ഇതേ ഹദീസ് ഇതേ കാര്യം മറ്റൊരിടത്ത് പറയുന്നു. പ്രവാചകൻ മസ്ജിദുൽ ഹറാമിൽ കിടന്നുറങ്ങായിരുന്നു. റസൂലുള്ള മസ്ജിദുൽ ഹറാമിൽ കിടന്നുറങ്ങാറില്ല, പ്രത്യേകിച്ച് അഭയാർത്ഥിയായി വന്ന സമയത്ത്. എല്ലാ നിലക്കും ശത്രുക്കൾ വലയം ചെയ്ത ഒരു ഘട്ടത്തിൽ പ്രവാചകൻ മസ്ജിദുൽ ഹറാമിൽ കിടന്നുറങ്ങൂലല്ലോ. മസ്ജിദുൽ ഹറാമിൽ കിടന്നുറങ്ങുമ്പോഴാണ് കൊണ്ടുപോയത് എന്നാണ് മറ്റൊരു ഹദീസ്. എന്നിട്ട് കൊണ്ടുപോയത് എങ്ങനെയാണ്? കൊണ്ടുപോയത് റസൂല് പറയുന്നു, അങ്ങനെ ഇവർ വന്ന് എൻ്റെ നെഞ്ചൊക്കെ കീറി, പിന്നെ ഇതൊക്കെ പുറത്തെടുത്ത്, എന്നിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി അതൊക്കെ തിരിച്ചു വെച്ച് അവിടെ ഹിക്മത്തും ഇതൊക്കെ നിറച്ച് വെച്ച് പിന്നെ പോയി. മേജർ സർജറിയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ, നേരത്തെ പറഞ്ഞത് എൻ്റെ കൈയും പിടിച്ച് ജിബ്രീൽ മേലോട്ട് കയറിപ്പോയി എന്നാണ്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ, എൻ്റെ കൈ പിടിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു വെളുത്ത മൃഗമുണ്ട്. ദാബത്തുൻ ബൈള, ഒരു വെളുത്ത മൃഗമുണ്ട്. അത് കുതിരയുമല്ല കഴുതയുമല്ല. കഴുതയേക്കാൾ അല്പം ഉയരം കൂടുതലുണ്ട്, എന്നാൽ കുതിരയേക്കാൾ അല്പം ഉയരം കുറവാണ്. ഇതാണ് ആ മൃഗത്തിൻ്റെ പ്രത്യേകത. ഞാൻ അതിൻ്റെ പുറത്ത് കയറി. അതിൻ്റെ പുറത്ത് കയറിയപ്പോൾ അതിൻ്റെ കാല് വെക്കുന്നത്, ഒരു കാലെടുത്ത് വെക്കുന്നത് കണ്ണെത്തുന്ന ദൂരത്താണ് അടുത്ത കാല്. അപ്പം അത്രയും ദൂരം കാല് വെച്ചുകൊണ്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ പിന്നെ വേഗതയെക്കുറിച്ച്, സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലല്ലേ നടക്കുള്ളൂ. അങ്ങനെ നിമിഷങ്ങളെ കൊണ്ട് ഞങ്ങൾ ഫലസ്തീനിലെത്തി. പോകുന്ന വഴിക്ക് മൂസാ നബിയുടെ ഖബർ കണ്ടു. അപ്പോൾ മൂസാ നബി ഖബറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തൗറാത്ത് വായിക്കുകയാണ്. അതെന്താ ഖുർആൻ വായിച്ചൂടെ മൂസാ നബിക്ക്? ഇപ്പം ഖുർആനല്ലേ പുതിയ പുസ്തകം? അതൊന്നും ചോദിക്കരുത്, മൂപ്പർക്ക് തൗറാത്ത് വായിക്കാൻ അറിയാവൂ, അതുകൊണ്ട് തൗറാത്താണ് വായിക്കുന്നത്. അത് നബി കാണുകയാണ് കേട്ടോ. ഈ സ്പീഡിൽ പോകുന്ന വഴിക്ക് മൂസാ നബി ഖബറിൽ ഇരുന്നിട്ട് തൗറാത്ത് വായിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, പിന്നെ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മൂസാ നബിയുടെ ഖബറിലേക്ക് എത്ര ദൂരം ഉണ്ടാകും? അപ്പം നബി ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞു ഇത് ഇത്ര ദൂരം എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് നബി ഇത് വിശദീകരിക്കുമ്പോൾ പറയണം എത്ര ദൂരം ഉണ്ടാവും. അപ്പം ഇത്ര ദൂരം എന്ന് പറഞ്ഞിട്ട് ആ കല്ല് പോയി വീണ അത്ര ദൂരം. എന്നിട്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മൂസാ നബിയുടെ ഖബർ എന്ന് പറഞ്ഞിട്ട് ഫലസ്തീനിൽ ഒരു ഖബറുണ്ട്. അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. യഹൂദർ അംഗീകരിക്കുന്നില്ല. യഹൂദർ അംഗീകരിക്കുന്ന ഖബറുള്ളത് മോണ്ട് നിബോ എന്ന് പറയുന്ന പിന്നെ ജോർദാനിലെ കുന്നുകളിൽ. അവിടെയാണ് മൂസാ നബിയുടെ ഖബർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അവിടെ വെച്ച് മൂസാ നബി മരിച്ചു എന്നാണ് ബൈബിളിലുള്ളത്. പക്ഷേ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബിയുടെ ഖബർ കണ്ടുപിടിച്ച് കളഞ്ഞു. പക്ഷേ അവിടെ ആരും പോകാറില്ല. ഇങ്ങനെ കേരളത്തിൽ നിന്നും മറ്റുമൊക്കെ പോകുന്ന പിന്നെ ടൂറിസ്റ്റുകളൊക്കെ അവിടെ പോയിട്ട് മൂസാ നബിയുടെ ഖബറും കണ്ട് തിരിച്ചു വരുമെന്നല്ലാതെ. ഞാനും പോയിട്ടുണ്ട് പല തവണ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഉണ്ടാക്കുന്ന ആളുകൾ എഴുതി വെച്ച ഓരോരോ കോപ്രായങ്ങൾ നമ്മൾ നോക്കണം. എന്നിട്ട് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളി ബൈത്തുൽ മഖ്ദിസ് ആണെന്നുള്ള സങ്കല്പത്തിൽ ഇവർ പറയുന്നു ബൈത്തുൽ മഖ്ദിസിലെത്തി. എന്നിട്ട് ബുറാക്കിനെ കെട്ടി. എവിടെ? ഒരു വട്ടക്കണ്ണിയിൽ. ഇപ്പൊ കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ പിന്നെ യൂട്യൂബിലൊക്കെ ബുറാക്കിനെ കെട്ടിയ വട്ടക്കണ്ണിയുടെ കഥ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ബുറാക്കിനെ, ഇത്ര വലിയ മൃഗത്തെ, ഈ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന മൃഗത്തെ കെട്ടാൻ പ്രത്യേകിച്ച് കെട്ടേണ്ടതുണ്ടോ? അങ്ങനെ ഒരു വട്ടക്കണ്ണിയിൽ കെട്ടിയിട്ട് റസൂൽ എന്ത് ചെയ്തു? ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. നോക്കുമ്പോൾ അവിടെ അമ്പിയാക്കളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് റസൂലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കയറി റസൂൽ അവർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു. ഇത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇമാമായിട്ട് നിസ്കരിച്ചു. ഈ നിസ്കാരം കിട്ടുന്നത് പോയിട്ടാ. പക്ഷെ മൂപ്പര് ഇവിടുന്ന് നിസ്കരിച്ചിട്ടാണ് പോണത്. നിസ്കാരത്തിന്റെ കഥ, നിസ്കാരം വാങ്ങാനാണല്ലോ പോകുന്നത്. നിസ്കാരം അവിടെ പോയതിന് ശേഷം കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കഥയിൽ പറയുന്നു, ബുഖാരി പറയുന്നു, മസ്ജിദുൽ അഖ്സയിൽ പോയിട്ട് റസൂൽ ഈ അമ്പിയാക്കൾക്കൊക്കെ ഇമാമായിട്ട് നിസ്കരിച്ചിട്ടാണ് കയറിപ്പോയതെന്നാണ്. മാത്രമല്ല, ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആദ്യത്തെ വചനം ഉൾക്കൊള്ളുന്ന സൂറത്തുൽ അലഖിൽ നിസ്കാരം പറയുന്നുണ്ട്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ. എൻ്റെ ദാസൻ നിസ്കരിക്കുമ്പോൾ തടയുന്നവനെ കണ്ടില്ലയോ? അപ്പോൾ ആ നിസ്കാരം ഏത് നിസ്കാരമാണ്? നുബുവത്തിന്റെ 1-ാം തീയതി അല്ല പറയാണ് എൻ്റെ ദാസൻ നിസ്കരിച്ചു. റസൂലിന് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം തൊട്ടുടനെ റസൂൽ ചെയ്ത പണി എന്താണ്? ഖദീജയെയും കൂട്ടിയിട്ട് പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചു.
കുടലുമാല കഴുത്തിലിട്ട സംഭവങ്ങൾ കേട്ടിട്ടില്ല? ഇതൊക്കെ മേറാജിന്റെ മുമ്പാ. കുടലുമാല നിസ്കരിക്കുന്ന സമയത്ത് കുടലുമാല കഴുത്തിലിട്ടു നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഇസ്രാ മേറാജ് കഥകൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ആ നിസ്കാരം ഏത് നിസ്കാരാണ്? അത് ഏത് നിസ്കാരാണ്? സൂറത്തുൽ മാഊനിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവിടെ നിസ്കരിക്കുന്നവർക്ക്, കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാതെ, ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാതെ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയുന്ന ആ നിസ്കാരം ഏത് നിസ്കാരാണ്? അപ്പോൾ ഇത് തമ്മിൽ അങ്ങ് ഒക്കുന്നില്ലല്ലോ. ഖുർആനും ഈ ബുഖാരിയും തമ്മിൽ ഒക്കുന്നില്ലല്ലോ. ഖുർആനും ഹദീസും തമ്മിൽ ഒക്കുന്നില്ലല്ലോ. ഹദീസ് പറയുന്നു മേറാജിനാണ് നിസ്കാരം കിട്ടിയത്. ഖുർആൻ പറയുന്നു 1-ാം തീയതി പോലെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് മുഹമ്മദ് നബി. അപ്പൊ ഇത് ഏത് നിസ്കാരം? എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ അമ്പിയാക്കൾക്ക് ഇമാമായിട്ട് നിന്ന് നിസ്കരിച്ച് പിന്നെ മുഹമ്മദ് നബി പിന്നെ ജിബ്രീലിന്റെ ചിറകിലും ബുറാക്കിലൊക്കെ കൂടി കയറി, അല്ല ബുറാക്ക് അവിടെ തന്നെ കെട്ടി, പിന്നെ ജിബ്രീലിന്റെ ചിറകിലേറിയിട്ടാണ് മേലോട്ട് പോകുന്നത്. എങ്കിൽ ഈ ജിബ്രീലിന്റെ ചിറകിലേറിയിട്ട് വന്നാൽ പോരായിരുന്നോ? ഇവിടുന്ന് മേലോട്ട് ജിബ്രീലിന്റെ ചിറകിലേറിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ജിബ്രീലിന്റെ ചിറകിലേറിയിട്ട് വന്നാൽ പോരായിരുന്നോ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഈ ബൈത്തുൽ മഖ്ദിസിലേക്ക്? അത് പറ്റില്ല. അവിടെ ഒരു ബുറാക്കിനെ കൊണ്ടുവരണം, എന്നിട്ട് ബുറാക്കിനെ അവിടെ കെട്ടിയിടണം, എന്നിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട്. കഥകൾ ഉണ്ടാക്കുമ്പോൾ എമ്മാതിരി ഭാവനകളാണ് ഈ ഹദീസിന്റെ ആളുകൾക്കൊക്കെ. കൊട്ടാരത്തിൽ ശങ്കുണ്ണി പോലും ഇത്രയും നന്നായിട്ട് കഥകൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ മേലോട്ട് പോകുന്നു. മേലോട്ട് പോയപ്പോഴാണ് രസം. മേലോട്ട് പോയപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇന്റർവ്യൂ ഉണ്ട്. 1-ാം ആകാശത്തിലെത്തിയപ്പോൾ 1-ാം ആകാശത്തിൽ ജിബ്രീൽ പോയി. അപ്പൊ ജിബ്രീൽ അവിടെ വാതിലിന് മുട്ടി. അത് ഏത് വാതിലിന് എങ്ങനെ മുട്ടിയെന്ന് നമുക്കറിയില്ല. അത് അവിടെ അങ്ങനെ ഒരു വാതിലൊക്കെ ഉണ്ടാകാം. അങ്ങനെ വാതിലിന് മുട്ടിയപ്പോൾ ചോദിക്കുന്നു, ആരാണെന്ന് ചോദിക്കുന്നു. ഇതാരാണ്? മൻ ഹാദ? അപ്പൊ പറഞ്ഞു ഞാൻ ജിബ്രീലാണ്. അപ്പൊ ചോദിക്കുന്നത് പിന്നെ ഹൽ മഅക അഹദുൻ, നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഖലനം ഉണ്ട്, മഴി മുഹമ്മദ്, എൻ്റെ കൂടെ മുഹമ്മദ് ഉണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ് ഫൗർസിൽ അലൈഹി ഇലൈഹി, അതാരാ? ഇങ്ങോട്ടൊക്കെ കടക്കാൻ അനുവാദമുള്ള ആളാണോ? മുഹമ്മദ് നബിയെ പരിചയമില്ല, മലക്കുകൾക്ക് പരിചയമില്ല. ഇതിൻ്റെ ഒക്കെ പിന്നിൽ രാഷ്ട്രീയം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മുഹമ്മദ് നബിയെയും കൊണ്ട് ജിബ്രീൽ പോകുമ്പോൾ അവിടെയുള്ള മലക്കുകൾക്ക് മുഹമ്മദ് നബി അറിയില്ല. എല്ലാവർക്കും അപരിചിതൻ. മലക്കുകൾക്കറിയില്ല, നാട്ടുകാർക്കറിയില്ല, ആകാശത്തിനറിയില്ല, ഭൂമിക്കറിയില്ല. ഇങ്ങനെ മുഹമ്മദ് നബിയെ കൊണ്ടുവരുന്ന കാഴ്ച, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്താണ് ഇതിന്റെ പിന്നിൽ നിന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്? അമവികളുടെ ഉദ്ദേശം എന്താണ്? ജിബ്രീലിന് തെറ്റിപ്പോയി. മുഹമ്മദ് നബിയാകാൻ യോഗ്യതയില്ലാത്ത ആളാണ്, ദരിദ്രനായ യതീമായ ആമിനാന്റെ മകൻ. ഞങ്ങൾ അബൂ സുഫിയാൻ അമവികളൊക്കെ ഉണ്ടാകുമ്പോൾ മൂപ്പർക്ക് നുബുവത്ത് കിട്ടിയ എന്തോ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ഇതാണ് വരുത്തുന്നത് ഇതിലൂടെയൊക്കെ. അവിടെ മലക്കുകൾ ചോദിക്കുന്നു ആരാണ്? അത് മുഹമ്മദാണ്. അതാരാ മുഹമ്മദ്? അബൂ സുഫിയാൻ ആണെങ്കിൽ കടത്തിവിട്ടേനെ. അങ്ങനെ ചോദിച്ച് അത് ഫൗർസിൽ അലൈഹി കാലനാം, അതെ അതെ മൂപ്പര് നബിയാണ്. അങ്ങനെ ഫതഹ തുറന്നു. ഫലമ്മ അലൗന സമാ ദുനിയ, 1-ാം ആകാശത്തിലേക്ക് ഞങ്ങൾ കയറിയപ്പോൾ ഫഇദാ റജുലുൻ അൻ യമീനിഹി അസ്വിദ വഅൻ യസാരിഹി അസ്വിദ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്, കുറേ ആളുകൾ പരിവാരങ്ങളൊക്കെ ആയിട്ട്. ഫൈദാ നദറ ഖബല യമീനിഹി ലഹിക, ഖിബല യമീനിഹി ലഹിക, ഇങ്ങനെ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആളുകളെ നോക്കിയപ്പോൾ അവർ ചിരിച്ചു, ഇടതുഭാഗത്തിരിക്കുന്ന ആളുകളെ നോക്കിയപ്പോൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു മർഹബൻ ബിൻ നബി സാലിഹി വൽ ഇബ്നി സാലിഹ്, പിന്നെ നല്ല പ്രവാചകന് സ്വാഗതം, നല്ല പുത്രന് സ്വാഗതം എന്ന് പറഞ്ഞു. അപ്പൊ ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലെ മനുഷ്യൻ? അവിടെയും അപരിചിതത്വം. ഖാല, അപ്പോ ജിബ്രീൽ പറഞ്ഞു ഹാദ ആദം, ഇതാണ് ആദം നബി. വഹാദിഹി ലസ്വിദ അൻ യമീനിഹി വഅൻ ശിമാലിഹി നസബു ബനീഹി, ഇദ്ദേഹത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തൊക്കെ ഇരിക്കുന്ന ഈ ടീമുണ്ടല്ലോ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മക്കളാണ്. അഹ്ലുൽ യമീനി അഹ്ലുൽ ജന്ന, വലഭാഗത്തിരിക്കുന്നവരൊക്കെ പിന്നെ സ്വർഗക്കാർ, ഇടതുഭാഗത്തിരിക്കുന്നവരൊക്കെ നരകക്കാരാണ്. ഫഇദാ നളറ ഖിബല യമീനിഹി ലഹിക, അങ്ങനെ അതുകൊണ്ടാണ് അവർ ചിരിച്ചതും മറ്റവർ കരഞ്ഞതൊക്കെ. അങ്ങനെ ആദം നബിയായിട്ടൊക്കെ കണ്ടുമുട്ടി. എന്നിട്ട് ജിബ്രീൽ, ഇത് ഈ ഹദീസിൽ ഇല്ല, മറ്റൊരു ഹദീസിലുണ്ട്, സല്ലിം അലൈഹി, സലാം ചെല്ലാൻ പറഞ്ഞു കൊടുത്തു. അതും അറിയില്ല മുഹമ്മദ് നബിക്ക്. ആദം നബിയെ കണ്ടിട്ട് ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് സല്ലിം അലൈഹി, സലാം ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഓ സലാം ചെല്ലി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ പിടിക്കുന്നത്. എന്നിട്ടാണ് ആദം നബിയും മൂപ്പരും തമ്മിൽ പിന്നെ ലോക്യമാകുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് സുമ്മ അറജബി
ജിബ്രീൽ ഹത്ത അത്തസമ സാനിയ, അങ്ങനെ രണ്ടാം ആകാശത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ഇതൊക്കെ ഇങ്ങനെ അട്ടിയട്ടിയായി വെച്ചിരിക്കുകയല്ലേ. ഫഖാൽ ലി ഖാസിനിഹ, എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളോട് പറഞ്ഞു ഇഫ്തഹ്, വാതിൽ തുറക്കാൻ പറഞ്ഞു. പിന്നെ അയാൾ ചോദിച്ചു, ഈ ഒന്നാം ആകാശത്ത് ചോദിച്ച പോലെ തന്നെ ആരാണ് മുഹമ്മദ് ആണെന്ന് പറഞ്ഞത്, ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചു. അതൊക്കെ വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം ഫതഹ, അങ്ങനെ തുറന്നു. എന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അനസബിന് മാലിക് പറയാണ്, അന്നഹു വജദ ഫി സമാവാതി ആദം വ ഇദ്രീസ് വ ഈസ വ മൂസ ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹിം, ഇവരൊക്കെയാണ് ഈ ആകാശങ്ങളിൽ നിന്ന് കണ്ടത്. വലം യുസ്ബിത്ത് കൈഫ മനാസിലുഹും ഗൈറ അന്നഹു ദക്കറ അന്നഹു ഖദ് വജദ ആദം, ആദം ആണ് ഒന്നാം ആകാശത്തിലുള്ളത് എന്നല്ലാതെ ഈ പറയപ്പെട്ട പ്രവാചകന്മാരിൽ പ്രവാചകന്മാർ ഏതൊക്കെ ആകാശത്തിലുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, രണ്ടാം ആകാശത്തിൽ ഏതോ ഒരു നബിയെ കണ്ടു. പിന്നെ ഒന്നാം ആകാശത്തിൽ ആദമാണെന്ന് പറയുന്നു, അതല്ല ഇബ്രാഹിം നബിയാണെന്ന് പറയുന്നു ഒക്കെ പറഞ്ഞിട്ട് മൂപ്പന്റെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ സംഭവം എന്താണ്. അങ്ങനെ ജിബ്രീൽ മൂപ്പരെയും കൊണ്ട് പോയി, റസൂലുള്ളാഹിനെയും കൊണ്ട് പോയി. എന്നിട്ട് ഇദ്രീസ് നബിയുടെ അടുത്തെത്തി. ഇദ്രീസ് നബിയും പറഞ്ഞു, മർഹബൻ ബിൻ നബി സാലിഹ്, നല്ല പ്രവാചകന് സ്വാഗതം. ഈ നല്ല പ്രവാചകൻ എന്നൊക്കെ പറയുന്ന വാക്കുകളെ ഒന്ന് സൂക്ഷ്മമായിട്ട് ഓർമ്മിച്ചു വെച്ചേക്കണം. വൽ അഖി സാലിഹ്, നല്ല സഹോദരന് സ്വാഗതം. നല്ലതല്ലാത്ത സാലിഹല്ലാത്തൊരു നബി ഉണ്ടാവുമോ? ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള പിന്നെ ഉദ്ദേശത്തെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫഖുൽത്ത്, ഞാൻ ചോദിച്ചു, മൻ ഹാദാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീൽ എന്ന് ചോദിച്ചപ്പോൾ ഖാല ഹാദാ ഇദ്രീസ്, ഇതാണ് ഇദ്രീസ് നബി എന്ന് പറഞ്ഞു. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് മുഹമ്മദ് നബിക്കില്ല. സുമ്മ മറർത്തു ബി മൂസ, പിന്നെ ഞാൻ മൂസ നബിയുടെ അടുത്തെത്തി. അപ്പോഴും മർഹബൻ ബിൻ നബി സാലിഹ് വൽ അഖി സാലിഹ് എന്ന് പിന്നെ അഭിവാദ്യം ചെയ്തു. അപ്പോഴും ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ് ജിബ്രീൽ? ഖാല ഹാദാ മൂസ, ഇത് മൂസയാണെന്ന് പറഞ്ഞു. പിന്നെ സുമ്മ മറർത്തു ബി ഈസ, സുമ്മ പിന്നെ ഈസാ നബിയെ കണ്ടപ്പോഴും ഇതാരാണെന്ന് ചോദിച്ചു. ഇത് ഈസ ബിൻ മറിയമ്മാണെന്ന് പറഞ്ഞു. പിന്നെ ഇബ്രാഹിം നബിയുടെ കണ്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഹാദാ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അള്ളാൻ്റെ അടുത്തെത്തി. അപ്പൊ അള്ള എവിടെ ഇരിക്കണത്? അള്ള എവിടെ ഇരിക്കുന്നത്? നമ്മളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് സങ്കല്പിക്കുന്നതൊന്നുമല്ല ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ള ഇരിക്കുന്നത് ആകാശത്ത് ഒരു കൊട്ടാരത്തിലാണ്. പണ്ട് ഇഫ്രീത്തിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞതുപോലെ 7-ാം ബഹറിൻ പിന്നെ അല്ലേ, ഉള്ളിനുള്ളിൽ ഒരു ഊക്കൻ കോട്ട ഇഫ്രീത്ത് രാജനെടുപ്പിച്ച് എന്നൊക്കെ അറബി നമ്മളെ മാപ്പിളപ്പാട്ടിൽ പറഞ്ഞതുപോലെ 7-ാം ആകാശത്തിന്റെ മുകളിൽ ഒരു പ്രത്യേക താവളത്തിൽ പടച്ചോനുണ്ട്. പടച്ചോനൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൽ നല്ലൊരു സിംഹാസനത്തിൽ മൂപ്പര് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സങ്കല്പത്തിലാണ് ഹദീസ് പറയുന്നത്. മുഹമ്മദ് നബിയെ കൊണ്ടുപോവാണ്. മുഹമ്മദ് നബിയും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ഹദീസ് നിർമ്മാതാക്കൾക്ക് എന്തറിയാം? മുഹമ്മദ് നബി ജീവിക്കുന്നത് അള്ളാഹുവിലാണ്. അള്ളാഹുവിന്റെ പ്രണയത്തിൽ, അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൽ ആണ് മുഹമ്മദ് നബി ജീവിക്കുന്നത്. നിരന്തരമായി അള്ളാഹുവിനോടൊപ്പമാണ് മുഹമ്മദ് നബിയുടെ സഞ്ചാരം. അള്ളാഹുവിനെ ഒഴിവാക്കിയ ഒരു നിമിഷം പോലും മുഹമ്മദ് നബി ഉണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയില്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ മുഹമ്മദ് നബി ഇല്ലല്ലോ. ആ പ്രണയത്തിലല്ലേ ജീവിതം. അങ്ങനെയുള്ള മുഹമ്മദ് നബി അള്ള കാണാൻ വേണ്ടിയിട്ട് 7-ാം ആകാശത്തിന്റെ മേലെ ഒരു കൊട്ടാരത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് ആ കൊട്ടാരത്തിൽ കൊണ്ടുപോയതിന്റെ അതിശയം റസൂല് പറയാണ്, ഞാൻ പോയപ്പോൾ അവിടെ ഒരു വലിയൊരു മരമുണ്ട്, അതാണ് സിദ്റത്തുൽ മുന്തഹ. ഖുർആനിൽ പറഞ്ഞു, ആ മരത്തിന്റെ ഇലകളൊക്കെ ആനച്ചെവി പോലെയാണ്. എന്നിട്ട് അതിൻ്റെ വിസ്തൃതി നടന്നാ തീരാത്ത വിസ്തൃതിയാണ്. അതിൻ്റെ നിഴല് മനുഷ്യന് ജീവിതകാലത്ത് നടന്നു തീർക്കാൻ കഴിയില്ല. അങ്ങനെ ആനച്ചെവി പോലത്തെ ഇതാണ് ഒരു മരത്തിൻ്റെ പ്രത്യേകത. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞത്രേ, എൻ്റെ പരിധി കഴിഞ്ഞു, ഇനി നിങ്ങളെ പരിധിയാണ്. ജിബ്രീലിന് ഇനി പോകാൻ പറ്റൂല, ഞാൻ വന്നാൽ എൻ്റെ ചിറക് എരിഞ്ഞു പോകുന്നതാണ്, നിങ്ങൾ പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രവാചകൻ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അള്ളാനെ കണ്ടു. അവിടെയൊക്കെ നമ്മളൊരു വിഷ്വലായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങളിതൊക്കെ വിഷ്വലായിട്ട് കാണണം. അപ്പോൾ ഇങ്ങനെ അശരീരി വരും, ഇതാ ഇതുവഴി, അങ്ങനെ അതുവഴി പോകും. അപ്പോൾ ഇതാ വലത്തോട്ട് വരും, പിന്നെ അവിടെ നിന്ന് അശരീരി, പിന്നെ ഇടത്തോട്ട് പോയി. അങ്ങനെ മുഹമ്മദ് നബി അവസാനം അള്ളാഹിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടു. അള്ളാഹിനെ പേഴ്സണലൈസ് ചെയ്യാണ്, അള്ളാഹുവിനെ വ്യക്തിയാക്കുകയാണ്. അങ്ങനെ അള്ളാഹിൻ്റെ മുന്നിൽ എത്തിപ്പെട്ട് അള്ളാഹിനെ കണ്ടപ്പോൾ മുഹമ്മദ് നബിക്ക് എന്ത് കൊടുക്കണം, ബേക്കറി ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പം എന്ത് കൊടുക്കണം എന്നുള്ള
ഒരു 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 ബേജാറിൽ മുഹമ്മദ് നബി പറഞ്ഞു അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞു. എല്ലാ തിരുമുൽക്കാഴ്ചകളും അങ്ങേക്കുള്ളതാണ്, എല്ലാ നല്ല വാക്കുകളും അങ്ങേക്കുള്ളതാണ്, എല്ലാ അനുഗ്രഹങ്ങളും അങ്ങേക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹ്ക്ക് ഒരു കാഴ്ച കൊടുത്തു. അപ്പോഴാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പം നബി അള്ളാഹിനെ തിരുത്തി, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എനിക്ക് മാത്രം പോരാ, നാട്ടുകാർക്കൊക്കെ വേണം. അങ്ങനെയാണ് അത്തഹിയ്യാത്ത് ഉണ്ടായത്. എന്ത് മനോഹരമായ കഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് നിസ്കാരത്തിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നമ്മളെ കൊണ്ടൊക്കെ ഇത് ചൊല്ലിക്കുകയും ചെയ്തു. നമ്മളെ കൊണ്ട് ഇതിങ്ങനെ ഓരോ നിസ്കാരത്തിലും നമ്മളിതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലും. അള്ളാഹുവിനെ പരിഹസിക്കാൻ ഇതിനേക്കാൾ നല്ല മറ്റൊരു വചനമില്ല. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അള്ളാഹ്ക്ക് എല്ലാ തിരുമുൽക്കാഴ്ചകളും സമർപ്പിക്കുകയാണ്. ഒരു രാജസങ്കല്പം, ആ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി എന്തെങ്കിലും കൊടുക്കുന്ന ഒരു 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 വഴിപാടിൻ്റെ രീതി, ഇതാണ് അത്തഹിയ്യാത്തു. എന്നിട്ട് റസൂല് പോരാൻ നേരത്ത് അള്ളാഹ് പറയുന്നു എന്താ വേണ്ടത്, വേറെ വിശേഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഫറള അലൈഹിം 50 സ്വലാ, ഫറളല്ലാഹു അലാ ഉമ്മത്തി 50 സ്വലാ. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞ 50 വക്ത് നിസ്കരിക്കാൻ 24 മണിക്കൂർ ഒരു ദിവസം തന്ന പടച്ചോൻ മുഹമ്മദ് നബിക്ക് പറയാണ് 50 വക്ത് നിസ്കാരം. അപ്പോൾ 50 വക്ത് നിസ്കാരം 24 മണിക്കൂറിലാണെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂറിൽ ശരാശരി 2.5 നിസ്കാരം ഉണ്ടാവും. 2.5 ഉണ്ടാവില്ലെങ്കിൽ 2.25 നിസ്കാരം ഉണ്ടാവും. എന്ന് വെച്ചാൽ 25 മിനിറ്റിലൊരു നിസ്കാരം. 25 മിനിറ്റിലൊരു നിസ്കാരമാണെങ്കിൽ പിന്നെ ഈ മനുഷ്യന്മാരെ കൊണ്ട് എന്താ പറ്റുക? അള്ളാഹ്ക്ക് ഈ മനുഷ്യന്മാരെ കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? ഒതുകൊടുക്കുക, നിസ്കരിക്കുക, ഒതുകൊടുക്കുക, നിസ്കരിക്കുക. ഉറങ്ങാൻ പറ്റുമോ? 25 മിനിറ്റിൽ നിസ്കരിക്കണ്ടേ? ഉറങ്ങാൻ പറ്റൂല. രാത്രി നിസ്കരിക്കണം. ഇനി രാത്രി 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് നിസ്കരിക്കേണ്ടെന്ന് വെച്ചാൽ ബാക്കി 16 മണിക്കൂറിൽ 4 വക്ത് വീതം നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ 15 മിനിറ്റിലെ നിസ്കാരം. ഈ കഥയുണ്ടാക്കുന്ന ആളുകൾ ഈ സമയത്തെക്കുറിച്ച് ഇവർ പിന്നെ ഗണിതത്തിൽ അത്ര പോരാ, ഈ ഹദീസ് ഉണ്ടാക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് മറ്റേ പിന്നെ അറവിൻ്റെ കാര്യത്തിലൊക്കെ തെറ്റിപ്പോയത്. 100 ഒട്ടകത്തെ അറുത്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ സമയം ശരിയായില്ല. 100 ഒട്ടകത്തെ അറുത്തിട്ട് ഒരൊട്ടകത്തിന് 10 മിനിറ്റ് കണക്കാക്കിയാൽ തന്നെ പിന്നെ പ്രവാചകൻ അർത്ഥം 63 ഒട്ടകത്തിന് 630 മിനിറ്റ് വേണം. 630 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10.5 മണിക്കൂറാണ്. ഈ 10.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു പകൽ മുഴുവനാണ്. പക്ഷേ പ്രവാചകൻ ദുഹറാകുമ്പോഴേക്ക് ഹറമിലെത്തുന്നുണ്ട്. ഈ കഥ പറയുമ്പോൾ ഈ ഗണിതം മറന്നുപോയി. അവിടെയാണ് അവർക്ക് പഴിച്ചത്. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ 50 വക്ത് നിസ്കാരം എന്നുള്ളത് തള്ളുമ്പോൾ ഒരു 10 ആക്കിയിരുന്നെങ്കിൽ ഒരു മയ ഉണ്ടാകുമായിരുന്നു. അത് ഏതാണ്ടൊക്കെ ശരിയാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ 50-ൽ നിന്ന് 5-ലേക്ക് കൊണ്ടുവരണം. അവർ ആ ഗണിതം മാത്രമേ ഓർത്തുള്ളൂ. അങ്ങനെ 50 വക്ത് നിസ്കാരം. മുഹമ്മദ് നബി ആണെങ്കിൽ ഇതൊന്നും തിരിഞ്ഞിട്ടുമില്ല. അള്ളാഹ് കൊട്ടും തിരിയില്ല, മുഹമ്മദ് നബിക്ക് അത്രയും തിരിയില്ല. ഈ 50 വക്തും വാങ്ങിയിട്ട് മൂപ്പര് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ജിബ്രീൽ അവിടെ കാത്തിക്കുണ്ടല്ലോ. ജിബ്രീലിൻ്റെ കൂടെ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ പിന്നെ ആദ്യം കാണുന്നത് ആരാണ്? മൂസാ നബിയാണ്. മറ്റേ ഓർഡറൊക്കെ തെറ്റി കേട്ടോ. ഇവിടെ മൂസാ നബിയെ കാണുകയാണ്. അതിൻ്റെ ഇടയിൽ ഇബ്രാഹിം നബി ഉണ്ട്. ഇബ്രാഹിം നബി ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇബ്രാഹിം നബി പറയാൻ പാടില്ല, കാരണം ഇവിടെ മൂസാ നബി തന്നെ പറയണം. കാരണം മൂസാ നബി പറഞ്ഞെങ്കിലേ ഇവിടെ പിന്നെ മുഹമ്മദ് നബിയും മൂസാ നബിയും തമ്മിലുള്ള യുദ്ധം ഉണ്ടാക്കണം ഇവർക്ക്. അതുകൊണ്ടാണ് മൂസാ നബിയുടെ തുണി എടുത്തിട്ട് കല്ല് ഓടിയ കഥ മുഹമ്മദ് നബി പറഞ്ഞത് എന്തിനാ? മൂസാ നബിയും മുഹമ്മദ് നബിയും തമ്മിലാണ് ഏറ്റവും വലിയ വൈരാഗ്യമുള്ളത്. യഹൂദരും മുസ്ലിങ്ങളും തമ്മിലാണ് പ്രശ്നം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ യഹൂദരെ പുറത്താക്കലാണ് മുആവിയയുടെ ഉദ്ദേശം. അതുകൊണ്ട് യഹൂദരെ പുറത്താക്കണമെങ്കിൽ യഹൂദരും ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് വരണം. അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് വന്ന് അവരെ പുറത്താക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോഴേ മുആവിയക്ക് ഇതിന്റെ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നിൽ ഇങ്ങനെ ഓരോന്ന് ഒരു ഹദീസിന്റെ ഉള്ളിൽ ഒരു 100 ആശയങ്ങൾ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ മൂസാ നബിയെ തന്നെ അവിടെ പിടിച്ചു വെക്കുന്നതിന്റെ കാരണം അതാണ്. അങ്ങനെ മൂസാ നബിന്റെ അടുത്ത് പോയി. മൂസാ നബിന്റെ അടുത്ത് പോയപ്പോൾ മൂസാ നബി ചോദിക്കുകയാണ് അങ്ങോട്ട്, പിന്നെ മാതാ ഫറള റബ്ബുക അലാ ഉമ്മത്തിക, എന്താണ് നിന്റെ റബ്ബ് നിന്റെ ഉമ്മത്തിന് നിർബന്ധമാക്കിയത്? ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലായി. അല്ലെങ്കിൽ എന്താ വിശ്വാസം എന്നല്ലേ ചോദിക്കുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഉമ്മത്തിന് തന്നത്? അപ്പൊ റസൂല് പറയുന്നു ഫറള അലൈഹിം 50 സലാത്തൻ, 50 വക്ത് നിസ്കാരം തന്നു. അപ്പോ മൂസാ നബി പറയാണ് റാജി ഇലാ റബ്ബിക്,
നീ അള്ളാഹുവിലേക്ക് തിരിച്ചു പോ. ഫഇന്ന ഉമ്മത്തക ലാ തതീഖു ദാലിക്. അത് ഒരിക്കലും നിന്റെ ഉമ്മത്തിന് കഴിയില്ല. അതിന്റെ കാരണം പറയുന്നുണ്ട്, നിന്റെ ഉമ്മത്തിന് ബുദ്ധി കുറവാണ്, ആരോഗ്യം കുറവാണ്. ഇതിങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഹദീസിലുള്ളതാണ്. നിന്റെ ഉമ്മത്തിന് ബുദ്ധിയും കുറവാണ്, ആരോഗ്യവും കുറവാണ്, അതുകൊണ്ട് നീ തിരിച്ചു പോകണം. എന്നിട്ട് തിരിച്ചു പോയിട്ട് അള്ളാഹിനോട് പറയണം. എന്നപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ പോലെ അള്ളാഹ് കേൾക്കൂലേ? അത് പറ്റില്ല, അവിടെ തന്നെ പോയിട്ട് പറയണം. അങ്ങനെ മുഹമ്മദ് നബി വീണ്ടും ഈ ഇടവഴിയൊക്കെ താണ്ടി അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. അള്ളാഹിൻ്റെ അടുത്ത് പോയി. അപ്പം മുഹമ്മദ് നബി ജിബ്രീലിന് ഒരു ദയനീയമായ നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ആ നോട്ടത്തിൽ ജിബ്രീൽ കണ്ടിട്ടു, ശരി പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ജിബ്രീലിനെയും കൂട്ടി പോയി അള്ളാഹിനോട് പറഞ്ഞു. അള്ളാഹ് ഔദാര്യപൂർവ്വം പറഞ്ഞു, ശരി ഇവിടം വരെ വന്നതല്ലേ, 5 കുറച്ചേക്കാം. അങ്ങനെ 5 കുറച്ച് കൊടുത്തു. അങ്ങനെ വീണ്ടും മുഹമ്മദ് നബി തിരിച്ചു വന്നു. അപ്പം മൂസാ നബി അവിടെ നിൽക്കുകയാണ്. മൂസാ നബി എങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളൊക്കെ കുടുക്കം ചെറുതായിരുന്നില്ല. എങ്ങനെ മൂസാ നബിന്റെ അടുത്ത് വന്ന് വീണ്ടും ചോദിച്ചു, എന്തായത്? 5 കുറച്ചു. 5? മൂസാ നബി ചോദിക്കുകയാണ്, 5? റാജിഇ റബ്ബിക് ഫഇന്ന ഉമ്മതക ലാ തതീഖു ദാലിക്. ഇത് കഴിയില്ല, തിരിച്ചു പോ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ വീണ്ടും പടച്ചോൻ ചോദിച്ചു, എന്തേ വന്നത്? പടച്ചോനെ ഇതും കഴിയില്ല, 45 പറ്റൂല. അങ്ങനെ വീണ്ടും 5 കുറച്ചു. അങ്ങനെ തിരിച്ചു വന്നു. ഇത് 9 തവണ ഷട്ടിലടിച്ചു. ഒരു ഹദീസിലുള്ളത് 5 തവണ എന്നാണ് കേട്ടോ. 10 കുറച്ചു, അവസാനം 5 കുറച്ചു. ഇങ്ങനെയാണ് 5 തവണ എന്നുണ്ട്. അങ്ങനെ ഏതൊരു ഹദീസ് നിർമ്മാതാവിന് പ്രവാചകൻ അല്പം ദയ തോന്നിയിട്ട് ആ 9 നടത്തി 5 കുറച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ 45 നിന്ന് 50 നിന്ന് 5 കുറച്ച് 9ാമത്തെ തവണ വന്നപ്പോൾ മൂസാ നബി ചോദിച്ചു, എന്ത് പറ്റി? അപ്പൊ 5 തന്നു. മൂസാ നബി പറഞ്ഞു, റാജിഇ ഇലാ റബ്ബിക്, ഇനിയും പോകണം. മൂസാ നബി പറഞ്ഞു പോകണമെന്ന്. അങ്ങനെ കാല റാജിഅതു റബ്ബി, പിന്നെയും ഞാൻ പോയി. മുഹമ്മദ് നബി പിന്നെയും പോയിട്ടോ. അപ്പൊ ഫഖാല അള്ളാഹു പറഞ്ഞു, ഹിയ ഖംസുൻ, ആ 5 തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. വഹിയ ഖംസൂൻ, അത് 50 തുല്യമാണ്. ലാ യുബദ്ദിലുൽ ഖൗൽ, ഞാൻ പറഞ്ഞാൽ മാറ്റമില്ല. അപ്പൊ നേരത്തെ മാറിയതോ? അള്ളാഹ് പറയാണ്, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മാറൂല. അപ്പൊ ഇതുവരെ മാറിയതോ? അതൊന്നും ചോദ്യമില്ല. ബുഖാരിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ കോലത്തിൽ പടച്ചോൻ വാക്ക് മാറാതെ 50 നിന്ന് 5 5 വാക്ക് മാറാതെ ഉറച്ചു തന്നു. എന്നിട്ട് അപ്പൊ ഇതിലൊക്കെ പരിഹസിക്കുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരെയാണ് പരിഹസിക്കുന്നത്? ആരെയാണ് കൊച്ചാക്കുന്നത്? അള്ളാഹുവിന്റെ കുറിച്ചുള്ള എന്ത് സങ്കല്പമാണ് ഇവർ സമൂഹത്തിന് മുമ്പാകെ വെക്കുന്നത്? റസൂലിനെ എന്താക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്? എന്നിട്ട് പിന്നെ മൂസാ നബി പറഞ്ഞു, ഇനിയും ഒന്നും കൂടി പോകാതെ രക്ഷയില്ല. അപ്പോൾ റസൂല് പറഞ്ഞു, ഖദ് ഇസ്തഹ്യയ്തു മിർ റബ്ബി, എനിക്ക് നാണാവുന്നു പോകാൻ. അങ്ങനെ അപ്പോൾ പിന്നെ മൂസാ നബി സുമ്മന്തലഖ ബി ജിബ്രീൽ, പിന്നെ എന്നെ കൊണ്ട് ജിബ്രീൽ വന്നു. വേറൊരു ഹദീസിലുള്ളത്, ഇതേ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്, പിന്നെ മൂസാ നബി പറഞ്ഞു, ശരി വിട്ടോ, പിന്നെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് വന്നതെന്നാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട, ഈ നിസ്കാരത്തിൻ്റെ ഈ കഥ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? മുഹമ്മദ് നബിക്ക് സമൂഹത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. 10-13 കൊല്ലം പ്രവാചകനായി പ്രവർത്തിച്ചതിന് ശേഷം പോയ ഒരു മഹാപ്രവാചകനെ കുറിച്ച്, ഒരു മഹാഗുരുവിനെ കുറിച്ച്, ലോകത്തിന്റെ പ്രകാശത്തെക്കുറിച്ച് പറയാണ്, ഈ സമൂഹത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല. 50 വക്ത നിസ്കാരം 24 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യന് നിർവഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിശേഷി പോലും ഇല്ലാത്ത, വിശകലന ശേഷി പോലും ഇല്ലാത്ത മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി. മൂസാ നബി എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രവാചകൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ അവസ്ഥ കട്ടപ്പുകയായി പോകുമായിരുന്നു. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അടുക്കളയിൽ പോകാൻ കഴിയില്ല, കച്ചവടം ചെയ്യാൻ കഴിയില്ല. ഞങ്ങളാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ സഹായിച്ചു തന്നത്. മൂസാ നബിയാണ് മുഹമ്മദ് നബിയുടെ ഗുരു. ഇങ്ങനെ തുടങ്ങി ഇതിൽ എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ നിസ്കാര കഥ ഉണ്ടാക്കിയത്. എന്നിട്ട് പറയും, മേറാജിനെങ്ങാനും നിഷേധിച്ചാൽ നിസ്കാരം ഉണ്ടാവില്ല, മേറാജ് ഇല്ലെങ്കിൽ നിസ്കാരം ഉണ്ടോ? അപ്പൊ ആദ്യത്തെ നിസ്കാരമൊക്കെ പോകുന്ന പോക്കിൽ നിസ്കരിച്ചിട്ട് പോയില്ലേ, ആ നിസ്കാരം ഏത് നിസ്കാരമാണെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ജിബ്രീൽ മൂപ്പരെയും കൊണ്ട് ചുറ്റാൻ പോകുന്നുണ്ട്. ആ ചുറ്റാൻ പോകുന്ന പോക്കിൽ സ്വർഗം കാണുന്നുണ്ട്, നരകം കാണുന്നുണ്ട്, ശിക്ഷകൾ കാണുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ വേറെ വേറെ ഉണ്ട്. ഇൻഷാ അല്ലാ എനിക്കിപ്പം വല്ലാതെ പറയാൻ നേരമില്ല, നമുക്ക് കുട്ടികളുടെ യാത്രയപ്പിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ പറയുന്നത്,
യഥാർത്ഥത്തിൽ ഇസ്രാ എന്ന് പറയുന്നത് ഹിജറയാണ്. മേറാജും ഉണ്ടായിട്ടുണ്ട്. മേറാജിനെ നമുക്ക് നിഷേധിക്കേണ്ടത് കാര്യമൊന്നുമില്ല. അത് മുഹമ്മദ് നബിക്ക് മാത്രമല്ല, സകല പ്രവാചകന്മാർക്കും മേറാജ് ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബിക്കുണ്ട്, മൂസാ നബിക്കുണ്ട്, ഈസാ നബിക്കുണ്ട്. മൂസാ നബിയുടെ മേറാജിനെ കുറിച്ച് സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ മേറാജിനെ കുറിച്ച് പറയുന്നുണ്ട്, മലക്കൂത്തു സമാവാതി വൽ അർദ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. അതാണ് മേറാജ്. മേറാജ് എന്ന് പറയുന്നത് ഓരോ പ്രവാചകന്റെയും ആധ്യാത്മികമായ അനുഭൂതിയാണ്. അത് ആകാശത്ത് കയറിപ്പോക്കോ ബുറാക്കിന്റെ പുറത്ത് കയറലോ ഒന്നുമല്ല, മറിച്ച് അവർക്കുണ്ടാകുന്ന വെളിച്ചമാണ്. അത് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലുള്ള അനുഭവം, സഹസ്ര സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലുള്ള അനുഭവമാണത്. ആ പ്രകാശത്തിന്റെ താഴ്വരയിൽ കണ്ണു തുറക്കാൻ കഴിയാത്ത അനുഭവത്തിന്റെ പേരാണത്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു. ഇങ്ങനെയാണ് ഗുരു പറയുന്നത്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, എല്ലാ വ്യക്തതകളും നീങ്ങി ഒരു 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 വ്യക്തത വരികയാണ്, തെളിച്ചം വരികയാണ്. ആ തെളിച്ചത്തിന്റെ പേരാണ് മേറാജ്. ഇത് പ്രവാചകന്മാർക്കുണ്ട്, ജ്ഞാനികൾക്കുണ്ടാകാറുണ്ട്. അതെല്ലാ പ്രവാചകന്മാർക്കുള്ളതാണ്. മേറാജ് എന്ന് പറയുന്നതിൻ്റെ ആശയത്തെ നമ്മളാരും നിഷേധിക്കേണ്ടതില്ല. പക്ഷേ ഇവർ പറയുന്ന ഈ കള്ളക്കഥയുണ്ടല്ലോ, ഈ കഥയല്ല, മറിച്ച് മേറാജ് ഒരു അധ്യാത്മ അനുഭവമാണ്. അത് എല്ലാവർക്കും ഉണ്ടാകാം, പ്രവാചകന്മാർക്ക് മാത്രമല്ല, ഹൃദയശുദ്ധിയുള്ള ആർക്കും ഉണ്ടാകാം ആ അനുഭവം. അപ്പോൾ മേറാജിന് അങ്ങനെ ഒരു ജ്ഞാനപരമായ തലമുണ്ട്. ഇസ്രാ ചരിത്രപരമാണ്, മേറാജ് ജ്ഞാനപരമാണ്. ഇവർ പറയുന്ന കഥകളുമായിട്ട് അതിനൊന്നും ബന്ധമില്ല. പ്രവാചകൻ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിട്ടില്ല. പ്രവാചകൻ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ആകാശം കയറിപ്പോയിട്ടില്ല. കാരണം അള്ളാഹ് ആകാശത്തിലല്ല ഇരിക്കുന്നത്. അള്ളാഹ് ഇരിക്കുന്നത് വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, സകല മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ അകത്താണ് അള്ളാഹുവിൻ്റെ ഇരിപ്പിടമുള്ളത്. ഈ പ്രപഞ്ചം മുഴുവനും അവൻ നിറഞ്ഞു നിൽക്കുന്നു. അവൻ്റെ വെളിച്ചമാണ് ഇവിടെ വെളിച്ചമായിരിക്കുന്നത്. അവൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ജീവനായിരിക്കുന്നത്. അവൻ്റെ കരുണയാണ് ഇവിടെ സ്നേഹമായിരിക്കുന്നത്. അവനില്ലാത്ത ഒരിടമുണ്ടോ? അള്ളാഹുവില്ലാത്ത ഒരു നിമിഷമുണ്ടോ? എന്നിട്ട് അള്ളാഹിനെ കാണാൻ വേണ്ടി സ്വർഗത്തിൽ കൊണ്ടുപോയി എന്ന് കള്ളക്കഥയുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മെ ദൈവവിശ്വാസത്തിൽ നിന്ന്, പ്രവാചക സ്നേഹത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ബോധപൂർവം എഴുതിയുണ്ടാക്കിയ കള്ളക്കഥകളാണ് ഇതൊക്കെ.